ചിന്തി പുരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനതമ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനിതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ എന്താ രുദ്രാപുരി തറവാടോ? അതെ, എന്താ അങ്കിൾ? മോനെ, ഞാൻ പറയുന്നോണ്ട് നീ ഒന്നും വിചാരിക്കരുത്. ഈ പ്രോജക്റ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഇത് ഇവിടം കൊണ്ട് നിർത്തണം. അത് ശരിക്കും ഒരു ശാപം കിട്ടിയ തറവാടാ മോനെ. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഇതേ ആവശ്യമായിട്ട് ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. നീത എന്നായിരുന്നു അവരുടെ പേര്. അന്ന് എന്റെ അച്ഛൻ ആകുന്ന അവരുടെയൊക്കെ പറഞ്ഞതായിരുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഇവിടം കൊണ്ട് നിർത്തണമെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവർ ഈ തറവാട് പുനർനിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം അവരുടെ ഹസ്ബൻഡും അവരുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഫാമിലിയുമായി തറവാട് വന്ന് കണ്ട് മടങ്ങുന്ന വഴി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. എല്ലാം ആ തറവാടിന്റെ കുഴപ്പമെന്നാ പറയുന്നത്. പിന്നെ ആരും ആ തറവാട്ടിലോട്ട് കയറിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷേ മോനെ, ആ നീത എന്റെ മമ്മയാ. എന്റെ മമ്മയുടെ ആഗ്രഹവും ഇത് തന്നെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല അങ്കിൾ. മോനെ കാശി. അതെ അങ്കിൾ, അന്ന് എന്റെ പപ്പയും മമ്മയും നീതമ്മയും ഹരിയച്ഛനും കൂടെ ഒരു ബിസിനസ് ആവശ്യത്തിനെന്നും പറഞ്ഞ് കേരളത്തിലോട്ട് വന്നതാ. പിന്നെ വരെ ഞങ്ങൾ കാണുന്നത് വെള്ള പുതപ്പിച്ച ശരീരങ്ങളായിട്ട്. അനന്തൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എന്തു വില കൊടുത്തു അവൻ നേടിയെടുക്കും. ഇതിൽ അവന്റെ മമ്മി കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ആരൊക്കെ പറഞ്ഞാലും ഇനി അതിൽ നിന്ന് അവൻ പിന്മാറില്ല. അവന്റെ മമ്മ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനായിരുന്നു. ഓടിക്കാതെ മമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം മമ്മയുടെ കുഞ്ഞിനെയാ. അനന്ത, അയ്യേ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീതമ്മയുടെ സ്ട്രോങ് ബോയ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ നീതമ്മയ്ക്ക് വിഷമമാവല്ലോ. നീതമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ആ രുദ്രാപുരി തറവാട് റീബിൽഡ് ചെയ്തൊരു റിസോർട്ട് ആക്കാനെന്താ? ഇനി ആര് നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ചെല്ല്, നീ പോയി കിടന്നു. എന്റെ അനിയൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് സമാധാനത്തോടെ അവിടെ കിടക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നേന്ന്. കാശി, ഒറ്റയ്ക്ക് നിനക്ക് ഈ തറവാട്ടി കിടക്കാൻ പേടിയാണെങ്കിൽ നീ അത് പറ. മര്യാദ കണ്ടിച്ച് നിന്റെ റൂമിൽ പോയി കിടക്കടാ. പേടിയോ? എനിക്കോ? ഒന്ന് പോടാ. അതൊന്നുമല്ല, ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കുന്നത്, അത്രേ ഉള്ളൂ.
ആഹാ, മക്കൾ എഴുന്നേറ്റോ? വാ, വന്നിരിക്കും. മക്കളെ, നിങ്ങൾക്ക് കോഫിയാണോ ടീ ആണോ വേണ്ടത്? കോഫി മതി ആന്റി. മോനെ അനന്ത, എനിക്കറിയില്ലായിരുന്നു അത് മോന്റെ അമ്മയാന്ന്. ഏയ് അതൊന്നും കുഴപ്പമില്ല അങ്കിൾ. അങ്കിൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ? എന്താ മോനെ പറ. അങ്കിളിന് അറിയാവുന്ന കോൺട്രാക്ടർമാരും വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്പർ തരുവോ? എനിക്കങ്ങനെ ഇവിടെ ആരെയും അറിയത്തില്ലല്ലോ. മോനി പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചോ? അങ്കിൾ, എന്നെ ഇതിന്ന് തടയാൻ നോക്കരുത്. എന്റെ മമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഇത്. അത് ഞാൻ എന്ത് വില കൊടുത്തും നേടിയെടുക്കും. പിന്നെ എനിക്ക് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളോടൊന്നും ഒരു വിശ്വാസമില്ല. സോ അങ്കിൾ പ്ലീസ്. മോന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനിനി എന്ത് പറയാനാ? എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ തരാം. മോൻ ഇന്ന് തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. കാശിയേട്ടാ, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയല്ലേ? അതെ, നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇതുപോലെ ഒരു ഉറക്കം ഞാൻ എന്റെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ ഇടയ്ക്ക് ഈ ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും ഒന്നും കളി നടക്കില്ല. ഇന്നലെ കാശിയേട്ടൻ അനന്തേട്ടന്റെ വീടാ കിടന്നല്ലേ? അത് നീ എങ്ങനെ കണ്ട്? അത് ഞാൻ രാവിലെ നിങ്ങൾക്ക് കോഫി വേണോ ടീ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ വന്നായിരുന്നു. അപ്പം കാശിയേട്ടന്റെ റൂം ലോക്കല്ലായിരുന്നു. നോക്കിയപ്പോ അതിൽ കാശിയേട്ടൻ ഇല്ലായിരുന്നു. പിന്നെ അനന്തേട്ടന്റെ റൂം നോക്കിയപ്പോ ലോക്കായിരുന്നു. അപ്പം മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ടെന്ന്. ഓ അങ്ങനെ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവന്? അനന്തേട്ടന് പേടിയായതുകൊണ്ട് കാശിയേട്ടൻ അനന്തേട്ടന്റെ വീടെ പോയി കിടന്നതാ. അതല്ലേ പറയാൻ വരുന്നേ? അതെ അതെ അതെ. കാശിയേട്ടൻ ഭയങ്കര ധൈര്യശാലിയാന്ന് എനിക്ക് അറിയാമല്ലോ. അത് ഇന്നലെ തന്നെ എനിക്ക് മനസ്സിലായതല്ലേ കാശിയേട്ട? അതെ അതെ, എന്റെ അത്രയും ധൈര്യമൊന്നും അവന് ഇല്ലാതായി പോയല്ലോ. അതിന് നമുക്ക് അവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ, കാശിയേട്ടൻ ഒരു സംഭവം തന്നെ. ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹലോ, ഇത് വാസുദേവനാണോ? അതെല്ലോ, ഇതാരാണ്? ഓ, ഞാൻ അനന്തൻ. ഞാനൊരു വർക്ക് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ആണോ? എന്ത് വർക്കായിരുന്നു സാറേ? അതൊരു പഴയ തറവാട് റീബിൽഡ് ചെയ്ത് റിസോർട്ട് ആക്കാനായിരുന്നു. ആണോ? അത് ചെയ്യാലോ സാർ. ഏത് തറവാടായിരുന്നു? അത് രുദ്രാപുരി തറവാട്. എന്താ? രുദ്രാപുരി തറവാടോ? സാറേ, എനിക്ക് ആ ഡേറ്റിന് പറ്റില്ല സാറേ. എനിക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. ഓ സോറി സാർ. എടോ അതിന് ഹലോ ഹലോ ഡാമിറ്റ്, അയാളെ ഫോൺ വെച്ചു. അത് മോനെ, രുദ്രാപുരി തറവാടെന്ന് കേട്ടാ തന്നെ ആരും വർക്ക് ഏറ്റെടുക്കില്ല മോനെ. ഇതെന്ത് കഷ്ടവാ. കുഴപ്പമില്ല മോനെ, നമുക്ക് വേറെ ആളെ നോക്കാം. എന്തായിരുന്നു രാമേട്ട കാണണോന്ന് പറഞ്ഞത്? അത് അലക്സി, ഇത് അനന്തൻ അമേരിക്കയിൽ നിന്ന് വന്നതാ. അപ്പൊ ഒരു വർക്കിന്റെ ആവശ്യമായിട്ട് നിന്റെ സഹായം വേണമായിരുന്നു ഇവന്. ഹലോ അലക്സി. ഹലോ സാർ, എന്റെ എന്ത് ഹെൽപ്പായിരുന്നു സാറിന് വേണ്ടത്? അത് അലക്സി, ആ രുദ്രാപുരി തറവാടൊന്ന് റീബിൽഡ് ചെയ്യാനായിരുന്നു. അയ്യോ സാറേ, രുദ്രാപുരി തറവാടോ? അയ്യോ എനിക്ക് പറ്റില്ല സാറേ. സാർ വേറെ ആളെ നോക്കിയോ. സോറി സാർ. അയ്യോ അലക്സി, നീയും കൂടെ അങ്ങനെ പറയല്ലേ. എങ്ങനെങ്കിലും ഈ വർക്ക് ഒന്ന് ചെയ്യ്. എന്റെ രാമേട്ട, നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ആ തറവാടിനെ കുറിച്ച്. ഞാൻ ഈ വർക്ക് ഏറ്റെടുത്താൽ തന്നെ പണിക്കാരും ആ തറവാടിന്റെ പേര് കേട്ടാ വർക്കിന് വരില്ല. ഇല്ല രാമേട്ട, എന്നെ കൊണ്ട് പറ്റില്ല. സോറി, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. രുദ്രാപുരി തറവാടോ? അയ്യോ സാറേ, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. എടോ ഹലോ ഹലോ, അയാൾ എന്ത് പറഞ്ഞാണെന്താ? വേറെ ആളെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച്.
ഇതെന്താ ഇങ്ങനെ? പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് വേറെ ആളെ നോക്കാം. വേറെ ആരെ നോക്കാനാ കാശി? ഇതിപ്പോ 10ാമത്തെ പേരായി രുദ്രാപുരി തറവാടിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ റിജക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് 5 ദിവസമായി, ഇതുവരെ വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാ. എടാ അനന്ത, നീ ഒന്ന് കൂളാകും, നമുക്ക് വേറെ വല്ല വഴിയുണ്ടോന്ന് നോക്കാം. ഞാൻ എങ്ങനെ കൂളായിട്ടിരിക്കും കാശി, നീ പറ. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ ഇവിടുത്തേക്ക് നാട്ടുകാർ? ഈ കാലഘട്ടത്തിൽ ഈ കെട്ടുകഥയൊക്കെ വിശ്വസിച്ചിരിക്കുക എന്ന് പറഞ്ഞ? അല്ലനെന്താ, നമുക്ക് പുറത്തുനിന്ന് ആളെ ഇറക്കിയാലാ? എന്താ? അല്ല, ഇവിടുത്തെ നാട്ടുകാർക്കല്ലേ ഉള്ളു ആ തറവാട്ടിൽ കയറാൻ പേടി. നമുക്ക് വല്ലോ ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഒക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ വന്ന് പണി ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ വല്ലോ വഴി നോക്കിയാലോ? അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നമുക്കപ്പം അങ്ങനെ എന്തെങ്കിലും നോക്കാല്ലേ? നാളെ അങ്കിളിനോടൊന്ന് ചോദിക്കേ ഇതിനെ കുറിച്ച്. എന്തായാലും ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ, ഭയങ്കര തലവേദന. എടാ, ദേ ബാത്റൂം അകത്തുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വെളിയിലോട്ട് പോകുന്നേ? ഇവിടെ കുളമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനൊന്ന് മുങ്ങി കുളിച്ചിട്ട് വരാം. എടാ സൂക്ഷിക്കണേടാ അനന്ത, പൂള് പോലല്ല, കുളത്തിന് നല്ല ആഴമുള്ളതാ. ആടാ, ഞാൻ നോക്കിക്കോളാം. ഹേയ് നന്ദ, അവിടെ നിക്ക്. അയ്യോ പോയോ? അനന്തോ, നീ എന്താ ഈ കാണിച്ചേ? നീ ഇത്രക്ക് ചീപ്പായിരുന്നോ? അവൾ എന്ത് വിചാരിച്ചാണ്? എന്തായാലും പോയി സോറി പറയാം. അയ്യേ, അയാളെന്നെ, അയ്യേ, ഞാൻ എന്താ അയാളെ തടയാനത്? അയാളുടെ കണ്ണുകൾ ഞാൻ നേരത്തെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അത് കാണുമ്പോ ഞാൻ എന്തിനാ എന്നെ തന്നെ മറന്നത്? അയ്യേ, അങ്ങനെ എന്ത് വിചാരിച്ചാണ്? അയ്യോ, ഓടിപ്പോന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തില്ലല്ലോ. ആ കുഴപ്പമില്ല, ഇനിയിപ്പൊ നാളെ പോയി എടുക്കാം. നന്ദിനി, അത് പിന്നെ എന്താടോ? ഐ ആം സോറി, ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ഒന്ന് ഇറങ്ങി പോടോ. ആ ഓക്കെ. അയ്യേ, ഇങ്ങേര്. അയ്യോ അനന്ത, ഒരു പെൺകൊച്ചിന്റെ റൂമിൽ കയറി ചെല്ലുമ്പോ അറ്റ്ലീസ്റ്റ് ഡോറ് നോക്ക് ചെയ്യണമെന്നുള്ള മര്യാദ പോലും നിനക്ക് അറിയത്തില്ലേ? നാണക്കേട്. അവളുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കൂ?
ഇതെന്താ ആ സ്വപ്നം ഇന്ന് ഇങ്ങനെ കണ്ടത്? നന്ദിനിയല്ലേ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത്? ഇതുവരെ ആ സ്വപ്നത്തിൽ ഞാൻ ആരുടെയും മുഖം വ്യക്തമായി കണ്ടിട്ടില്ലല്ലോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? ഇവിടുള്ള ആൾക്കാർക്കല്ലേ അങ്കിൾ ആ തറവാട്ടിൽ കയറാൻ പേടി. നമുക്ക് വേറെ വഴി നോക്കിയാലോ? വേറെ എന്ത് വഴിയാ മോനെ? അതങ്കിൾ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് പേര് കേരളത്തിൽ വന്ന് പണി ചെയ്യുന്നില്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ച് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അത് നല്ലൊരു ഐഡിയ മോനെ. നമുക്ക് അങ്ങനെ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. അങ്കിൾ അതിനൊക്കെ മുമ്പേ ഞാൻ ആ രുദ്രാപുരി തറവാട് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം എനിക്കൊന്ന് പോയി കാണണമായിരുന്നു. നന്ദിനെ എന്റെ കൂടെ ഒന്ന് വിടുവോ? അതിനെന്താ മോനെ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. പിന്നെ മോനെ, നിങ്ങൾ അകത്തോട്ട് കയറാൻ നിൽക്കണ്ട, വെളിയിൽ നിന്ന് കണ്ടിട്ട് വാ കേട്ടോ മോനെ. ശരി അങ്കിൾ, ഓക്കെ. അല്ല അങ്കിൾ, കാശി എന്തേ? കാശി മോനെ അതിഥി മോളെ വിളിച്ചോണ്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണണമെന്നും പറഞ്ഞ് രാവിലെ തന്നെ പോയി മോനെ. അതോ അത് അതിഥിയുടെ ഷോർട്ട് ഫോമാ. അതിഥിനൊക്കെ വിളിക്കുമ്പോ എന്തോ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഇത്രയൊക്കെ ക്ലോസ് ആയ സ്ഥിതിക്ക് ഞാൻ ആദുനെ വിളിക്കും. ആദു വേണമെങ്കിൽ എന്നെ കാശു എന്ന് വിളിച്ചു. ആദുവിന്റെ മാത്രം കാശു. വാവ്, സോ ക്യൂട്ട്. എന്താ? അല്ല, വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട, എല്ലാം എന്റെ ആദുവിന്റെ ഇഷ്ടം. അല്ല ആദു, ആ ഡോഗ് എന്താ നമ്മളെ അങ്ങനെ നോക്കുന്നേ? ഏത് ഡോഗ്? നോക്കാതു, ആ നിക്കുന്ന ഡോഗ്. അയ്യോ കാശിയേട്ടാ, അത് തെരുവ് പട്ടിയാണോ തോന്നുന്നേ? അതിന്റെ നോട്ടം ശരിയല്ലല്ലോ. അതെന്താ ഇങ്ങനെ നോക്കുന്നേ? ഓടല്ലേ കാശിയേട്ടാ. ആദു, ഈ ഡോഗ് കടിക്കുമോ? ചെലപ്പം കടിക്കും. എന്ത് കടിക്കുമെന്നോ? ആദു വാ, ഓടിക്കോ. അയ്യോ കാശിയേട്ട, ഓടല്ലേ, ഇങ്ങേരെ കൊണ്ട്. അത് പോയി. തന്നോടല്ലേടാ കാശിയേട്ട ഞാൻ പറഞ്ഞു ഓടല്ലോ എന്ന്. ആദു അല്ലേ പറഞ്ഞു ആ ഡോഗ് കടിക്കുമെന്ന്. എന്നും പറഞ്ഞു ഓടാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓടിയോണ്ടല്ലേ ആ പട്ടി നമ്മുടെ പുറകിന് വന്നത്. നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ ആ ഡോഗ് വന്ന് നമ്മളെ കടിക്കത്തില്ലായിരുന്നോ? ഇങ്ങേരെ കൊണ്ട്. ബാ, നമുക്ക് വീട്ടിൽ പോവാം. അതെ, ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കണ്ടത് ഈ തറവാട് തന്നെ. നന്ദിനി, എനിക്കറിയാം നീ ദേഷ്യത്തിലാന്ന്. ബട്ട് ഇന്നലെ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചോണ്ടല്ലായിരുന്നു. എങ്ങനെ വിചാരിച്ചോണ്ടല്ലായിരുന്നെന്ന്? നന്ദിനി, ഐ ആം റിയലി സോറി. ഒരു സോറി പറഞ്ഞ എല്ലാം അങ്ങ് തീരൂ? ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരു പെണ്ണിനെ കയറി ഉമ്മ വെക്കുന്നതാണോ നിങ്ങളുടെ അമേരിക്കൻ കൾച്ചർ? നന്ദിനി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചോണ്ടല്ല. പിന്നെ താൻ എന്തുദ്ദേശിച്ചോണ്ടായിരിക്കും? തന്റെ അമേരിക്കയിലൊക്കെ എങ്ങനെ ആയിരിക്കും കുറെ പെണ്ണുങ്ങളുടെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് അതിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുന്ന? പക്ഷെ നിർത്തടി, നീ പറഞ്ഞു എങ്ങോട്ടായി കേറിപ്പോന്നത്? ഈ അനന്തം തമാശയ്ക്ക് പോലും ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴേ എനിക്കെന്തോ ഞാൻ കാലങ്ങളായിട്ട് തേടി നടന്നത് എന്തോ എന്റെ കൈ കിട്ടിയ ഒരു ഫീലായിരുന്നു. നിന്റെ ആ കണ്ണുകൾ, എനിക്കറിയില്ല അത് കാണുമ്പോ എന്താ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്ന്. ഞാൻ കുട്ടിക്കാലം മുതലേ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന എന്റെ സ്വപ്നങ്ങൾ പോലും നിന്നിലേക്ക് എത്താനുള്ള ഒരു വഴിയാന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്കറിയില്ല നന്ദ, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സിന് എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ഇതിനൊക്കെയാ പ്രണയമെന്ന് പറയുന്നെങ്കിൽ യെസ്, ഐ ആം ഇൻ ലവ് വിത്ത് യു.
ആ കുട്ടികളുടെ കാര്യം കഷ്ടം തന്നല്ലേ അംബികെ? ആരുടെയാ ചേട്ടത്തി? കാശുമോന്റെ അനന്തമോന്റെ ആണോ? അതെ അംബികെ, ആ ചെറുപ്രായത്തിൽ ആ കുട്ടികൾ ഇത്രയൊക്കെ വിഷമം സഹിച്ചില്ലേ? അതെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അനന്തമോൻ നീതയുടെ മോനാന്ന്. അതെ, ഒരു പാവം കുട്ടിയായിരുന്നു നീത. ഇവിടെ വന്നപ്പോഴൊക്കെ എന്ത് സ്നേഹമായിരുന്നു നമ്മളോടൊക്കെ. ആരോ വന്നെന്ന് തോന്നുന്നു ചേട്ടത്തി. അവനും വന്നെത്തി. ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ചിന്തീപുരി ചിന്തണ ജോലകൾ ചിന്താരകൾ ചോക്കണതു മതയാനതാവ് കരിമ്പൊളി കലിവാഴണ കാനനമോ കരിന്തേഴുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനിതോ നരചോര പരന്ന പെരും വഴിനായാടിയ കാഹളമോ തകതേ തകതേ തകതേ